അപ്പോൾ ഇത് അന്ന ജോസ്. അന്ന ജോസിന് ഇന്ന് നമ്മൾ ക്ലച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ക്ലച്ചിൻ്റെ ആദ്യകാല ക്ലാസ് എന്ന് പറയുന്നത് അന്ന സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യൂ. ആദ്യകാല ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ടാണ് ക്ലച്ചും ബ്രേക്കും ഒക്കെ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം നമുക്ക് കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം, ലെഗ് കൺട്രോൾ സിസ്റ്റംസ് എല്ലാം നമ്മൾ ഹാൻഡ് കൺട്രോളിലോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്ത് പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ ലെഗ് കൺട്രോളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയൽ കാറിലോട്ട് കയറിയത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം അന്ന തനിച്ച് ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ലെഗ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഹാൻഡ് കൺട്രോളിലോട്ട് കൺവെർട്ട് ചെയ്തു. കുട്ടികളെ കൊണ്ട് കൈ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അവരുടെ മനസ്സിൽ ആ ഒരു ഹാഫ് ക്ലച്ചിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ മനസ്സിൽ പതിഞ്ഞതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിലെ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിൽ അവർ റിയൽ കാറിൽ ഓടിക്കുന്നത് പോലെ തന്നെ കാലുകൊണ്ട് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഹാഫ് ക്ലച്ചിനെ കുറിച്ചുള്ള ഐഡിയ വരുത്തിയതിന് ശേഷമാണ് റിയലായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിനകത്ത് വണ്ടി ഓടിക്കുന്നത്. ഇതിപ്പോൾ അന്നയുടെ മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ അന്നയ്ക്ക് പെർഫെക്റ്റായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കൺട്രോൾ ക്ലാസ്സുകളിൽ അന്ന വിജയിച്ചു എന്നർത്ഥം. കാരണം നമ്മൾ നാളെ ഒരു കാറിനെ കാർ ഷെഡിനകത്ത് കയറ്റുന്നതും തിരക്കുള്ള റോഡിനകത്തോട്ടൊരു വണ്ടിയെ നമ്മൾ ഓടിക്കുന്നതും ഒരു വണ്ടിയെ നമ്മൾ ഒതുക്കി നിർത്തുന്നതും എല്ലാം ബേസിക് കൺട്രോൾ ക്ലാസ്സുകളായ സ്റ്റിയറിങ്ങിൻ്റെയും ക്ലച്ചിൻ്റെയും കൺട്രോളുകളെ ബേസ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു കൺട്രോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവുകൾ മാത്രം മതി അത് വച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ബേസിക് കൺട്രോൾ ക്ലാസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് MGN മോട്ടോ ഡ്രൈവ് സ്കൂളിൻ്റെ ആദ്യത്തെ 4 ദിവസത്തെ ക്ലാസ്സുകളുടെ പ്രത്യേകത. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ക്ലച്ച് വരെ തുടങ്ങിയതേ ഉള്ളൂ. അന്നയ്ക്ക് ഗിയർ തുടങ്ങിയിട്ടില്ല. നാളെയാണ് അന്നയ്ക്ക് ഗിയർ തുടങ്ങുന്നത്. അപ്പോൾ ഗിയർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ടോയ് കാർ ഓടിക്കുന്നത് പോലെ ഈ ഗ്രൗണ്ടിനകത്ത് അന്ന ഇങ്ങനെ വണ്ടിയെ തനിച്ച് ഓടിക്കും. അപ്പോൾ ആ ഒരു പ്രാക്ടീസിലോട്ട് നമ്മൾ ഓരോ കുട്ടികളെയും എത്തിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ കുട്ടികളുടെയും കപ്പാസിറ്റി അനുസരിച്ചാണ് അവരുടെ ആ ഒരു പെർഫോമൻസ് ഉയരുന്നതും താഴുന്നതും. പക്ഷേ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും എല്ലാം മാക്സിമം ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് ഈ ഡെമോൺസ്ട്രേഷൻ സിസ്റ്റത്തിലൂടെയും ലെക്ചർ ക്ലാസ്സുകളിലൂടെയൊക്കെയാണ് ഒരു കുട്ടിയെ പഠിപ്പിച്ച് അതിൻ്റെ ടോപ്പ് ലെവലിലെത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നത്. ഓക്കെ.